ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് അരിനെല്ലിക്ക കിട്ടിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതിന് ഞങ്ങൾ പറയുന്ന അരിനെല്ലിക്ക എന്നാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുകയെന്ന് കമൻറ്റ് ചെയ്യണേ. ഓരോ നാട്ടിലും പല പല പേരുകളാണല്ലോ പറയുക. സത്യം പറഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ അനിയൻ അവിടെ നിന്ന് TV കാണുന്നുണ്ട്. അപ്പോൾ ഭയങ്കര നോയ്സ് ഇട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നൊന്നും കേൾക്കാനുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തത്. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ ഞാൻ എന്താ ഒരു കുപ്പി നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഉണക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഉപ്പിലിട്ടത് കേടാവാതിരിക്കാൻ നല്ല ഉണക്കിയെടുക്കുക. അതുപോലെ തന്നെ അതാ അരിനെല്ലിക്ക കണ്ടോ, ഇപ്പം കഴുകി നല്ലോണം ഉണക്കിയെടുത്താൽ തുടച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് കുപ്പിയിലേക്ക് ഫസ്റ്റ് തന്നെ അരിനെല്ലിക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് ഉപ്പിലിടുന്നത് എന്നുള്ളൊരു സംഭവമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ഞാൻ എന്താ ഫസ്റ്റ് തന്നെ അരിനെല്ലിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു ലെയറായിട്ട് ചെയ്യണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. കാരണം ഇതിന് മുന്നേ ഞങ്ങളിങ്ങനെ ഉപ്പിലിട്ട സമയത്ത് ഉപ്പ് കുറച്ച് കുറവേനു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം കേട്ടോ അരിനെല്ലിക്ക എന്ന് പറയുന്നത്. ഞാൻ മറ്റേ 5 രൂപേൻ്റെ അങ്ങനത്തെ പാക്കറ്റൊക്കെ വാങ്ങി തിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കിട്ടാൻ കുറച്ച് പണിയാണ്. ഇവിടെ നാട്ടിലൊന്നും ഇല്ല. അപ്പോൾ അത് വേറൊരു സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അടിപൊളി സാധനമാണ് കേട്ടോ. അത് ഞങ്ങൾ എന്താ പറയുക, കൊണ്ടുവന്ന് ഒരു ട്രിപ്പ് ഞാൻ പറഞ്ഞല്ലോ ആക്കി കഴിഞ്ഞു എന്ന്. ഞങ്ങൾ അത് പെട്ടെന്ന് തീർന്നത് എങ്ങനെയാണെന്ന് അറിയ പോലില്ല. ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എടുത്താലും ഇത് ആയിട്ടുണ്ടാവും കേട്ടോ. അത്രയും പെട്ടെന്ന് ഇതിലേക്ക് എല്ലാ സുർക്കയും ഉപ്പും പച്ചമുളകൊക്കെ വേഗം പിടിക്കും. അപ്പോൾ അതാ ഞാൻ അതിലേക്ക് പിന്നെ അതാ രണ്ടാമത് ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഒരു പച്ചമുളക് ഇട്ടോ. ഒരു പച്ചമുളക് ആദ്യം ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ രണ്ടാമതും ഞാൻ നെല്ലിക്ക ഇടുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഒന്നുകൂടി അതായത് പച്ചമുളക് ഇടണം കേട്ടോ. പിന്നെ അതാ ഞാൻ എടുക്കുന്നത് ഇതാ വിനാഗിരിയാണ്. ഞാൻ വിനാഗിരി എന്നൊന്നും ഞങ്ങൾ പറയല്ല, ഞങ്ങൾ സുർക്ക എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതാ കണ്ടാൽ മിനറൽ വാട്ടർ ആണെന്ന് തോന്നും, അങ്ങനത്തെ ഒരു പാക്കിംഗ് ആണ് കേട്ടോ. അങ്ങനെ ഞാൻ അതാ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ സുർക്ക. കാരണം ഇതിലേക്കൊന്നും അത്ര സുർക്ക ആവശ്യമില്ല. അപ്പം കുറച്ച് സുർക്ക ഒഴിക്കുക. പിന്നെ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ തിളപ്പിച്ചിട്ട് നന്നായിട്ട് ആറണം. അങ്ങനെ അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വെച്ചാൽ മെയിനായിട്ടും നമ്മൾ ഉപ്പിലിട്ടത് കേടാവാനുള്ള കാരണം പറയുന്നത്, നമ്മൾ ഈ ഒരു എന്താ പറയുക നനഞ്ഞ സ്പൂണൊക്കെ ഇട്ട് എടുക്കുന്ന സമയത്താണ് ഇത് കേടാവാനുള്ള സാധ്യത കൂടുതൽ കേട്ടോ. പിന്നെ അതുമല്ല നമ്മളത് ശ്രദ്ധിക്കില്ല, കാരണം അതാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഉപ്പിലിട്ടതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഉണ്ട് നെല്ലിക്ക. അപ്പോൾ ഈ കുപ്പിയിൽ ഇത്രയും കൊള്ളുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്താണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇനിയും വീഡിയോസായിട്ട് ഞാൻ വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, സീ യു.